ഇനി കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ലാറ്ററൽ സർഫസ് ഏരിയ. ഫൈൻഡ് ദി lateral surface area of the cone, lateral surface area of the cone generated by, find the lateral surface area of the cone generated by revolving the line segment. Find the lateral surface area generated by revolving the line segment. Y is equal to x by 2, 0 less than or equal to x less than or equal to 4, about the x-axis. Find the lateral surface area of the cone generated by revolving the line segment y equal to x by 2, 0 less than or equal to x less than or equal to 4, about the x-axis. Find the lateral surface area of the cone generated by revolving the line segment y is equal to x by 2, 0 less than or equal to x less than or equal to 4, about the x-axis. Check your answer with the geometric formula. Check your answer with the geometric formula. Lateral surface area is equal to half into base circumference into slant height. അത് ജോമെട്രിക് ഫോർമുലയാണ്. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ കോൺ കാണുന്ന ഫോർമുലയാണ് തന്നേക്കുന്നത്. ചെക്ക് യുവർ ആൻസർ വിത്ത് ദ ജോമെട്രിക് ഫോർമുല. ലാറ്ററൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് സർക്കംഫറൻസ് ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ്. അപ്പം ഹാഫ് ഇൻറ്റു ബേസ് സർക്കംഫറൻസ് ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ് ആണ് ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ കോണ് നമ്മൾ ജോമെട്രി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഇത് ഇങ്ങനെ നോക്കുന്ന ആൻസറും സെയിം ആണെന്ന് കാണിക്കണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഈ കോൺ എങ്ങനെ വരും നോക്കാം. വൈ ആക്സിസ്, എക്സ് ആക്സിസ്, 1 2 3 4, 0 to 4 ആണ്. 0യിൽ 0, 1ൽ ഹാഫ് വരും, എക്സ് 2 വരുമ്പം 1 വരും, എക്സ് 3 വരുമ്പം 3/2 വരും, 4 വരുമ്പം 2 വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ അല്ലേ. ഈ ലൈനെ നമ്മൾ ഇങ്ങോട്ട് റിവോൾവ് ചെയ്യുക. ഇങ്ങോട്ട് റിവോൾവ് ചെയ്യുമ്പം നമുക്ക് ഇവിടെ ഒരു കോൺ കിട്ടും. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ 4 2 എന്നുള്ള പോയിൻ്റാണ്. നമ്മുടെ കോൺ, ഇതാണ് നമ്മുടെ കോൺ വരുന്നത്. അപ്പോൾ ഈ പോയിൻ്റ് നമ്മുടെ x2 4 2 എന്നുള്ള പോയിൻ്റ്. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ്ങലി എക്സിൻ്റെ വാല്യൂ 4, വൈയുടെ വാല്യൂ 2. ഇതാണ് നമ്മുടെ കോൺ വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യാം. സർഫസ് ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ a to b 2πy സ്ക്വയർ റൂട്ട് ഓഫ് 1 + dy/dx സ്ക്വയർ dx. അപ്പം y is equal to x by 2, dy/dx അപ്പം 1/2 വരും. 1 + dy/dx സ്ക്വയർ is equal to 1 + 1/4 equal to 5/4. സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു, റേഞ്ച് 0 to 4 എന്ന് തന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽ 0 to 4, 2π y എന്ന് പറയുന്നത് x by 2, 2πy സ്ക്വയർ റൂട്ട് ഓഫ് 1 + dy/dx സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 5/4 dx വരും. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. റൂട്ട് 5/4 എന്ന് പറയുന്നത് റൂട്ട് 5/2 ആണ്. റൂട്ട് 5/4 എന്ന് പറയുന്നത് റൂട്ട് 5/2. പൈ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഉള്ളത് എക്സ് മാത്രമേ ഉള്ളൂ, എക്സ് dx. ഇൻ്റഗ്രൽ 0 to 4. അപ്പോൾ റൂട്ട് 5π/2 x²/2 ഫ്രം 0 to 4 എന്ന് വരും. അപ്പം നമ്മൾ 4²/2 അപ്പോൾ നമുക്ക് ചെയ്യുമ്പം this is equal to root 5/2 4² - 0/2 എന്ന് വരും അല്ലേ. എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ, എക്സിന് 4 കൊടുക്കുമ്പോൾ 4², 0 കൊടുക്കുമ്പോൾ 0. അപ്പം റൂട്ട് 5/π 16/2. അപ്പോൾ അത് 16/4 ചെയ്യുമ്പോൾ നമുക്ക് 4π √5 എന്ന് വരും അല്ലേ. 4π √5 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇത് നമ്മുടെ മറ്റേ ഫോർമുലയായിട്ട് കമ്പയർ ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്.
അപ്പോൾ നമുക്ക് കിട്ടിയ സർഫസ് ഏരിയ മാത്രം ചോദിച്ചിരുന്നെങ്കിൽ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. ഇനി ജോമെട്രിക് ഫോർമുല അനുസരിച്ച് ലാറ്ററൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് സർക്കംഫറൻസ് ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസ് സർക്കംഫറൻസും സ്ലാൻഡ് ഹൈറ്റും വേണം. അപ്പം സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഒരു കോണിൻ്റെ, നമുക്കറിയാം ഒരു കോണ്, നമ്മളിങ്ങനെ എടുക്കുന്ന കോണിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിൻ്റെ ഇതല്ലേ വരുന്നത്, അത് 2πr ആണ്. 6 റേഡിയസ് ആണെങ്കിൽ 2πr ആണ് സർക്കംഫറൻസ്. അപ്പോൾ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 2πr. ഇവിടെ നമുക്കറിയാം ഇത് നമ്മൾ 4 എന്നുള്ള പോയിൻ്റ് എടുക്കുന്നത്, നമ്മുടെ റേഡിയസ് ഇതല്ലേ വരുന്നത്, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ് റേഡിയസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 4 ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ 2 ആണ്. ഹിയർ റേഡിയസ് ഈസ് ഈക്വൽ ടു 2 വന്നത് ക്ലിയർ ആണല്ലോ അല്ലേ. നമ്മൾ ഈ ഒരു ലൈൻ എവിടെ ടച്ച് ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് ഇത് ഞാനിത് 3 ഡയമെൻഷനിൽ വരച്ചേക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഇത് ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഈ റേഡിയസ് എന്ന് പറയുന്നത് ഈ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂ അത് 2 ആണ്. അപ്പോൾ റേഡിയസ് 2 ആണ്. അപ്പം ബേസ് സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു 2 ഈക്വൽ ടു 4π. ഇനി സ്ലാൻഡ് ഹൈറ്റ് ആണ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് 4, ഇത് 2. അപ്പോൾ ഈ ഹൈറ്റിനെയാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കോൺ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ, ഇപ്പോൾ ഇത് നമ്മുടെ ഹൈറ്റ്, ഇത് നമ്മുടെ റേഡിയസും ആണെങ്കിൽ ഈ ഹൈറ്റിനെയാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ലൈൻ്റെ ഹൈറ്റ് ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ ഇത് ഇങ്ങോട്ടുള്ളത് 2ഉം ഇങ്ങോട്ടുള്ളത് 4ഉം ആണെന്ന് നമുക്കറിയാം. അപ്പം അതെന്ന് പറയുന്നത് എന്താണ്, 4² + 2² സ്ക്വയർ റൂട്ട് അല്ലേ സ്ലാൻഡ് ഹൈറ്റ്. അതായത് നമ്മളൊരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്തേ, ഇതിൻ്റെയാണ് ഈ ഹൈറ്റാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മുടെ റേഡിയസ്, ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ ഇത് 4, ഈ ഒരു ഡിസ്റ്റൻസ് 4, ഈ ഒരു ഡിസ്റ്റൻസ് 2. അപ്പോൾ നമ്മൾ ട്രയാങ്കിളിൻ്റെ പൈതഗോറസ് തിയറം വരുന്നത് ഇത് ഹൈപ്പോട്ടനീസ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ 4² + 2² സ്ക്വയർ റൂട്ടാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 16 + 4, സ്ക്വയർ റൂട്ട് ഓഫ് 20 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 20. അപ്പോൾ നമുക്കതിനെ 4 × 5 എന്ന് എടുക്കുന്നതുകൊണ്ട് 2√5 എന്ന് വരും. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് 2√5 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് therefore ഇവിടം വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് therefore lateral surface area is equal to 1/2 ഇൻറ്റു ബേസ് സർക്കംഫറൻസ് 1/2 ഇൻറ്റു 4π ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ് 2√5 എന്ന് വരും. 2 പോയി. സോ ദിസ് ഈസ് ഈക്വൽ ടു 4π√5 വിച്ച് ഈസ് സെയിം ആസ് ഇവിടെ നമുക്ക് കിട്ടിയ സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പോൾ രണ്ടാമത്തെ പോർഷനിൽ നമ്മൾ ജോമെട്രി വെച്ചിട്ട് സ്ലാൻഡ് ഹൈറ്റും റേഡിയസും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും കൂടെ പറയാം. നമുക്ക് ബേസ് സർക്കംഫറൻസും വേണം, സ്ലാൻഡ് ഹൈറ്റും വേണം. അപ്പോൾ നമ്മുടെ കോണ്, ഈ ഒരു പോയിന്റ് നമ്മുടെ 4 ആണെങ്കിൽ ഇവിടെ നമുക്ക് 2 വരുന്നത്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ആണ്, അത് 2 വരും. ഇതാണ് സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് 4 ആണ്. അപ്പം നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 4² + 2² ആണ്. പിന്നെ റേഡിയസ് ആണ് നമുക്ക് വേണ്ടത്. റേഡിയസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം ആൻസർ കിട്ടും. ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് 4 പാർട്ടായിട്ട് എടുക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ സർഫസസ് generated by revolving the curves about the indicated axis. Find the area of the surfaces generated by revolving the curves about the indicated axis.
Find the area of the surfaces generated by revolving the curves about the indicated axis. A part, y equal to x cube by 9, 0 less than or equal to x less than or equal to 2, x axis. B, y equal to root of 2x minus x square, 0.5 less than or equal to x less than or equal to 1.5. അതും എക്സ് ആക്സിസ് ആണ്. ആദ്യത്തേത് y ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 9, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, എക്സ് ആക്സിസ്. രണ്ടാമത്തേത് y ഈക്വൽ ടു റൂട്ട് ഓഫ് 2x മൈനസ് എക്സ് സ്ക്വയർ, 0.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5. അടുത്തത് എക്സ് ഈക്വൽ ടു y ക്യൂബ് ബൈ 3, 0 less than or equal to y less than or equal to 1, y axis. D, x equal to 2 into root of 4 minus y, 0 less than or equal to y less than or equal to 15 by 4, y axis. നമുക്ക് ഈ പ്രോബ്ലംസ് ഓരോന്ന് ചെയ്യാം. ആദ്യത്തെ രണ്ടും എക്സ് ആക്സിലാണ് പറഞ്ഞേക്കുന്നത്, 3ഉം 4ഉം വൈ ആക്സിലുമാണ് പ്രോബ്ലംസ് വന്നേക്കുന്നത്. നമുക്ക് ആദ്യം എ പാർട്ട് നോക്കാം. y ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 9. therefore dy ബൈ ഡി എക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? എക്സ് ക്യൂബിന് ഡെറിവേറ്റീവ് എടുക്കുമ്പം 3x സ്ക്വയർ ബൈ 9 കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അത് എക്സ് സ്ക്വയർ ബൈ 3 എന്ന് വരും അല്ലേ. 1/9 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 1/9 ഇൻറ്റു 3x സ്ക്വയർ, അപ്പം എക്സ് സ്ക്വയർ ബൈ 3 എന്ന് വന്നു. അപ്പം dy ബൈ ഡി എക്സ് കിട്ടി. നമുക്ക് 1 പ്ലസ് dy ബൈ ഡി എക്സ് സ്ക്വയറും കൂടെ വേണം. അപ്പോൾ അത് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 3 സ്ക്വയറാണ്. അപ്പോൾ അത് 1 പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 9. നമ്മൾ എൽ സി എടുക്കുമ്പോൾ 9 പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 9. സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 റേഞ്ച് 0 to 2 തന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽ 0 to 2 2 പൈ y സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് dy ബൈ ഡി എക്സ് സ്ക്വയർ ഡി എക്സ് എന്നുള്ളതാണ് ഫോർമുല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. S is equal to integral 0 to 2 pi വൈയുടെ വാല്യൂ എക്സ് ക്യൂബ് ബൈ 9 ആണ്. എക്സ് ക്യൂബ് ബൈ 9 ആണ്. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് എന്ന് പറയുമ്പം സ്ക്വയർ റൂട്ട് ഓഫ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 9 പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 9 ഡി എക്സ് വരും. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 pi ബൈ 9 x cube into 9 plus x raised to 4 divided by 3 dx എന്ന് വരും. കാരണം റൂട്ട് ഓഫ് 9 ഡിനോമിനേറ്ററിലെ റൂട്ട് ഓഫ് 9 3 ആയിട്ട് എടുക്കാം. ന്യൂമറേറ്ററിന് നമ്മൾ സ്ക്വയർ റൂട്ട് അതുപോലെ തന്നെ ഇടുവാണ്. ഡിനോമിനേറ്ററിൽ നമ്മൾ റൂട്ട് 9 3 എടുത്തു. ഇനി നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അത് നമ്മൾ u ഈസ് ഈക്വൽ ടു 9 പ്ലസ് എക്സ് റേസ് ടു 4 എടുത്താൽ ഡി യു എന്ന് പറയുന്ന 4x ക്യൂബ് ഡി എക്സ് ആണ്. ഇവിടെ നമുക്ക് എക്സ് ക്യൂബ് ഡി എക്സിന് പകരം അപ്പോൾ എന്ത് കൊടുക്കാം? ഡി യു ബൈ 4 ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഡി എക്സ്. ഇവിടെ ഒരു എക്സ് ക്യൂബ് ഉണ്ട്, ഡി എക്സും ഉണ്ട്. ഇനി നമുക്ക് റേഞ്ച് വേണം. വെൻ എക്സ് ഈക്വൽ ടു 0 യു ഈക്വൽ ടു 9. എക്സിന് നമ്മൾ 0 കൊടുത്താൽ യു 9 ആയിട്ട് മാറും. ഇവിടെ എക്സിൻ്റെ വാല്യൂ 2 ആണ് അപ്പർ ലിമിറ്റ്. അപ്പോൾ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 റേസ് ടു 4 16 പ്ലസ് 9 25. therefore u varies from 9 to 25. അപ്പോൾ സൈഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കണേ. നമ്മൾ ലെറ്റ് യു ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. ലെറ്റ് യു ഈസ് ഈക്വൽ ടു 9 പ്ലസ് എക്സ് റേസ് ടു 4. യു നമ്മൾ 9 പ്ലസ് എക്സ് റേസ് ടു 4 എടുക്കുവാണെങ്കിൽ ഡി യു എന്ന് പറയുന്നത് 4x ക്യൂബ് ഡി എക്സ് ആണ്. നമുക്ക് എക്സ് ക്യൂബ് ഡി എക്സ് ഡി യു ബൈ 4 എന്ന് കൊടുക്കാം. ഇനി റേഞ്ച് വേണം. എക്സ് 0 തൊട്ട് 2 വരെ. എക്സ് 0 വരുമ്പം യു 9, എക്സ് 2 വരുമ്പം 2 റേസ് ടു 4 16 പ്ലസ് 9 25. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 പൈ ബൈ 27 കോൺസ്റ്റൻറ്റ് നമുക്ക് പുറത്തെടുക്കാം. 2 പൈ ബൈ 27 പുറത്തെടുത്തു.
റേഞ്ച് 9 to 25. ഇനി എക്സ് ക്യൂബ് ഡി എക്സ് നമുക്ക് റൂട്ട് ഓഫ് 9 പ്ലസ് എക്സ് റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ യു റൈസ് ടു ഹാഫ്. എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി യു ബൈ 4. ക്ലിയർ ആയോ? 2π/9 ഇൻറ്റു 3 2π/27 പുറത്തെടുത്തു. പിന്നെ മിച്ചമുള്ളത് എക്സ് ക്യൂബ് റൂട്ട് ഓഫ് ദിസ് ആണ്. എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി യു ബൈ 4, റൂട്ട് ഓഫ് ദിസ് എന്ന് പറയുന്നത് യു റൈസ് ടു ഹാഫ്. അപ്പം നമുക്ക് 2π/27 യു റൈസ് ടു ഹാഫിനെ യു റൈസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 ഇൻറ്റു 1/4 റേഞ്ച് 9 to 25 വരും. ദിസ് ഈസ് ഈക്വൽ ടു 2π/27 3/2 മുകളിലോട്ട് പോകുമ്പോൾ 2/3 ഇൻറ്റു 1/4 3/2 മുകളിലോട്ട് പോകുമ്പോൾ 2/3 ഇവിടെ ഒരു 1/4 ഉണ്ട്. പിന്നെന്താ യു റേസ് ടു 3/2 റേഞ്ച് 9 to 25 വരും. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത 2ഉം 2 പോയി കഴിയുമ്പോൾ ഇവിടെ ഇപ്പം π/81 അയച്ചോട്ടെ. ദിസ് ഈസ് ഈക്വൽ ടു π/81 2ഉം 2 ഒരു 4ഉം കൂടെ പോയി π/81. ഇനി റേഞ്ച് കൊടുക്കുമ്പം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം 25 റേസ് ടു 3/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം 9 റേസ് ടു 3/2 വരും അല്ലേ? 25 റേസ് ടു 3/2 എന്ന് പറയുമ്പം അതിന് നമുക്ക് 25 റേസ് ടു ഹാഫ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 25 5 ആണ്. അപ്പോൾ അത് 5 ക്യൂബ് മൈനസ് 9 റേസ് ടു 1/2 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 9 3, അപ്പോൾ 3 ക്യൂബ് എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു π/81 5 ക്യൂബ് എന്ന് പറയുമ്പോൾ 125 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27. ദിസ് ഈസ് ഡിഫറൻസ് എടുക്കുമ്പോൾ 98 വരും. അപ്പോൾ ആൻസർ നമുക്ക് 98 π/81 എന്ന് കിട്ടും. അപ്പം ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേഷൻ മാത്രം അറിയുക എന്നുള്ളത് ഇതിൻ്റെ അകത്തുള്ളൂ. ഇൻ്റഗ്രേഷനായിട്ട് തറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ളത്. സെക്കൻഡ് പാർട്ട്, അപ്പോൾ ഫസ്റ്റ് പാർട്ട് തീർന്നു. സെക്കൻഡ് പാർട്ട് y ഈക്വൽ ടു 2x മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പോൾ ഇതിനെ നമ്മൾ എക്സ് റൈസ് ടു ഹാഫ് ആയിട്ട് കൺസിഡർ ചെയ്താൽ dy/dx ഈസ് ഈക്വൽ ടു 2x മൈനസ് എക്സ് സ്ക്വയർ. ഓൾ റൈസ് ടു ഹാഫ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ എക്സ് റൈസ് ടു ഹാഫിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 1/2 എക്സ് റൈസ് ടു മൈനസ് ഹാഫാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം 1/2 ദിസ് റൈസ് ടു മൈനസ് 1/2 ഇൻറ്റു പിന്നെ എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് 2x മൈനസ് എക്സ് സ്ക്വയറും കൂടെ വരിക. ഒന്നുകൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. അതായത് നമ്മൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താ? എക്സ് റൈസ് ടു ഹാഫിൻ്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് എക്സ് റൈസ് ടു ഹാഫ് എന്ന് പറയുന്നത് 1/2 എക്സ് റൈസ് ടു 1/2 മൈനസ് 1 വരും. അപ്പോൾ അതെന്താ? 1/2 എക്സ് റൈസ് ടു മൈനസ് ഹാഫ്, അല്ലെങ്കിൽ അത് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പം നമ്മൾ dy/dx ചെയ്യാനായിട്ട് ഇവിടെ ഇതിനെ ആദ്യം എക്സിന് പകരം ഒരു യു ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ യു റൈസ് ടു ഹാഫ് എന്ന് പറയുമ്പം 1/2 റൂട്ട് ഓഫ് യു. അപ്പോൾ റൂട്ട് ഓഫ് യുവിന് പകരം എന്ത് വരും? 2x മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എന്ത് ചെയ്യണം? നമ്മൾ എക്സിന് പകരം യു ആണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ ചെയ്യണം. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളാണ്. നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഒക്കെ പഠിച്ചിട്ട് കാണും. ഇതിനെ നമ്മളൊരു യു ആയിട്ട് കൺസിഡർ ചെയ്യാം. റൂട്ട് ഓഫ് യു ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൂട്ട് ഓഫ് എക്സ് ചെയ്യുന്നത് പോലെ ആദ്യം എക്സിന് പകരം യു വെച്ച് ചെയ്തു. അപ്പോൾ 1/2 റൂട്ട് യു എന്ന് വന്നു. പിന്നെ എന്ത് ചെയ്യണം? എക്സ് അല്ലേ നമുക്ക് ഇൻ്റഗ്രേറ്റ്, എക്സ് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് du/dx കൂടെ ചെയ്തു. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് 2x മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം 2 മൈനസ് 2x എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 കോമൺ ആയിട്ട് എടുത്താൽ 1 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 2x മൈനസ് എക്സ് സ്ക്വയർ. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ആൻസർ 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2x മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പം dy/dx നമുക്ക് ചെയ്തപ്പം 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2x മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ ആ ഡിഫറൻസിയേഷനാണ് നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത്.
അപ്പം നമ്മൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളാണ് അപ്ലൈ ചെയ്തത്. ഇതിനെ ആദ്യം യു ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ അകത്തെ സാധനത്തിന് റൂട്ട് യു എന്ന് കാണുക. റൂട്ട് എക്സിനാണെങ്കിൽ 1/2 റൂട്ട് എക്സ് വരും. അപ്പോൾ 1/2 റൂട്ട് യു. പിന്നെ എക്സിന് പകരം യു ചെയ്തതുകൊണ്ട് ആ യുവിൻ്റെ ഡെറിവേറ്റീവ്. അപ്പം സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് 1 - x ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2x - x². അപ്പം dy/dx നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമ്മളതാണ് ചെയ്യും. dy/dx ഈസ് ഈക്വൽ ടു 1 - x ഡിവൈഡ് ബൈ 2x - x²ൻ്റെ സ്ക്വയർ റൂട്ടാണ്. ദെർഫോർ ഇനി നമുക്ക് എന്ത് വേണം? 1 + dy/dx² വേണ്ടേ? 1 + dy/dx² ഈസ് ഈക്വൽ ടു 1 + 1 - x ഡിവൈഡ് ബൈ 2x - x² ൻ്റെ സ്ക്വയറാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 + 1 - x² ഡിവൈഡഡ് ബൈ 2x - x സ്ക്വയർ റൂട്ട് പോകും അല്ലേ? ഇനി എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പം 2x - x² പ്ലസ് 1 - x² എന്ന് പറയുമ്പോൾ 1 - 2x + x² ഡിവൈഡഡ് ബൈ 2x - x² എന്ന് വരും. എൽ സി എടുത്തു, സിംപ്ലിഫൈ ചെയ്തു. ഇതിങ്ങോട്ട് വരുമ്പം 2x - x². ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം 1 - 2x + x². 2xും x² പോയി കഴിയുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2x - x² എന്ന് വരും. 1 ഡിവൈഡഡ് ബൈ 2x - x². അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഞാൻ ഒന്നും കൂടെ, നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്. 1 + dy/dx² ഈസ് ഈക്വൽ ടു 1/2x - x² എന്ന് കിട്ടി. സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു റേഞ്ച് 0.5 തൊട്ട് 1.5 വരെ 2πy സ്ക്വയർ റൂട്ട് ഓഫ് 1 + dy/dx² dx വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0.5 to 1.5 2π ഇൻറ്റു y എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് ഓഫ് 2x - x² ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ഇതെന്ന് പറയുന്നത് ഇതാണ് 1 ഡിവൈഡഡ് ബൈ 2x - x² dx. അപ്പോൾ ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. 0.5 to 1.5 2π dx എന്ന് വരും. കാരണം ഈ സ്ക്വയർ റൂട്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ 2πയെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 2π ഇൻറ്റു എക്സ് ഫ്രം 0.5 to 1.5 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു 1.5 മൈനസ് 0.5. അപ്പം 1.5 മൈനസ് 0.5 2π ഇൻറ്റു 1 ഈക്വൽ ടു 2π എന്ന് ആൻസർ കിട്ടും. അപ്പം ഇനി നമുക്ക് സി പാർട്ട് വേണം ചെയ്യാനായിട്ട്. സി പാർട്ട് y ആക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ x ഈക്വൽ ടു y³/3. therefore dx/dy വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പം 3y² ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു y² എന്ന് വരും. 1 + dx/dy² ഈസ് ഈക്വൽ ടു 1 + y⁴ എന്ന് വരും. therefore s ഈസ് ഈക്വൽ ടു റേഞ്ച് 0 to 1 എന്ന് തന്നിട്ടുണ്ട്. 2πx സ്ക്വയർ റൂട്ട് ഓഫ് 1 ഫോർമുല എപ്പോഴും എഴുതണം, കാരണം ഫോർമുലയ്ക്ക് മാർക്കുള്ളതാണ്. dx/dy² dy എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 2π x എന്ന് പറയുന്നത് y³/3 സ്ക്വയർ റൂട്ട് ഓഫ് 1 + y⁴ dy. ഇതിനെ വേണം നമ്മളിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഞാൻ ഒന്നും കൂടെ മുകളിലോട്ട് എടുത്ത് എഴുതും. നിങ്ങൾ ചെയ്യേണ്ട ഇൻ്റഗ്രൽ 0 to 1 2π y³/3 റൂട്ട് ഓഫ് 1 + y⁴ dy. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യേണ്ടി വരും. നമ്മൾ മുമ്പത്തെ പോലെ തന്നെ u ഈസ് ഈക്വൽ ടു 1 + y⁴ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം du എന്ന് പറയുന്നത് 4y³ dy ആണ്. ഇതിൽ y³ dy നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് du/4 ഈസ് ഈക്വൽ ടു y³ dy എന്ന് വരും. ഇനി റേഞ്ച് വേണം. വെൻ y ഈക്വൽ ടു 0 u എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇവിടെ yക്ക് 0 കൊടുത്തു. ഇനി y ഈക്വൽ ടു 1 കൊടുത്താൽ u ഈസ് ഈക്വൽ ടു 2 ആണ്. 1 + 1 2 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കണേ, സൈഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കണം. 2π/3
കോൺസ്റ്റൻ്റ് ആണ്. വൈ ക്യൂബ് ഡി വൈക്ക് പകരം നമുക്ക് ഡി യു ബൈ 4, ഇത് യു റേസ് ടു ഹാഫ് ഡി യു ബൈ 4 എന്ന് വരും. വൈ ക്യൂബ് ഡി വൈ നമ്മൾ ഡി യു ബൈ 4, ഇത് യു റേസ് ടു ഹാഫ്. അപ്പം ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. അപ്പം പൈ ബൈ 6 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ 1 to 2 യു റേസ് ടു ഹാഫ് ഡി യു എന്ന് വരും. അപ്പം പൈ ബൈ 6 യു റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 റേഞ്ച് 1 to 2 എന്ന് വരും. അപ്പം പൈ ബൈ 6 ഇൻറ്റു 2/3 3/2 മുകളിലോട്ട് പോകുമ്പോൾ 2/3 2 റേസ് ടു 3/2 മൈനസ് 1 റേസ് ടു 3/2. അപ്പം പൈ ബൈ 9 വരും. ഇത് 2√2 മൈനസ് 1. അപ്പോൾ ആൻസർ എത്രയാണ്? ദിസ് ഈസ് ഈക്വൽ ടു പൈ ബൈ 9 റൂട്ട് ഓഫ് 2 റേസ് ടു 3/2 എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ √8 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2√2 മൈനസ് 1. പൈ ബൈ 9 2√2 മൈനസ് 1. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതും എബൌട്ട് ദ വൈ ആക്സിസ് ആണ്. ഡി എക്സ് ബൈ ഡി വൈ ചെയ്യുമ്പം 2 കോൺസ്റ്റൻ്റ് ആണ്. റൂട്ട് ഓഫ് 4 മൈനസ് വൈയെ നമ്മൾ ചെയ്യുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൂട്ട് എക്സ് ചെയ്തപ്പം 1/2 റൂട്ട് എക്സ് ചെയ്തതുപോലെ ഇവിടെ 1/2 റൂട്ട് ഓഫ് 4 മൈനസ് വൈ ഇൻറ്റു ഡി ബൈ ഡി വൈ ഓഫ് റൂട്ട് ഓഫ് ഡി വൈ ഓഫ് 4 മൈനസ് വൈ വരും അല്ലേ. 2 കോൺസ്റ്റൻറ്റ് റൂട്ട് ഓഫ് എക്സ് നമ്മൾ 1/2 റൂട്ട് എക്സ് ചെയ്തു. അപ്പോൾ അത് 1/2 റൂട്ട് ഓഫ് 4 മൈനസ് വൈ. ഇനി എക്സിന് പകരം വന്നത് 4 മൈനസ് വൈ ആയതുകൊണ്ട് 4 മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. 1/√ ഓഫ് 4 മൈനസ് വൈ ഇൻറ്റു 4 മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് -1. അപ്പം -1/√ ഓഫ് 4 മൈനസ് വൈ എന്ന് വരും. അപ്പം 2 റൂട്ട് എക്സ് ചെയ്തതുപോലെ 2 കോൺസ്റ്റൻ്റ് ആണ്. റൂട്ട് എക്സിൻ്റെത് 1/2 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് വരും. അപ്പം 1/2 റൂട്ട് ഓഫ് 4 മൈനസ് വൈ ഇൻറ്റു 4 മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് -1. അപ്പം 1 പ്ലസ് ഡി എക്സ് ബൈ ഡി വൈ സ്ക്വയർ ചെയ്യുമ്പം 1 പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 1/4 മൈനസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു 4 മൈനസ് വൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 മൈനസ് വൈ. അപ്പോൾ ഇത് കിട്ടി. നമുക്ക് സർഫസ് ഏരിയയുടെ ഫോർമുല എഴുതാം. സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു റേഞ്ച് തന്നേക്കുന്നത് 0 to 15/4 2πx സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ഡി എക്സ് ബൈ ഡി വൈ സ്ക്വയർ ഡി വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 15/4 2π ഇൻറ്റു ഇവിടെ എക്സ് എത്രയാണ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 4 മൈനസ് 5 ഇൻറ്റു ഇവിടെ നമ്മൾ 1 പ്ലസ് ഡി എക്സ് ബൈ ഡി വൈ സ്ക്വയർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് വൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് വൈ ഡി വൈ എന്ന് വരും. പിന്നെ ഈ റൂട്ട് ഓഫ് 4 മൈനസ് വൈയും റൂട്ട് ഓഫ് 4 മൈനസ് വൈയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 4π നമുക്കിവിടെ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ 0 to 15/4 റൂട്ട് ഓഫ് 4 മൈനസ് വൈ പ്ലസ് 1 2π ഇൻറ്റു 2 4π റൂട്ട് ഓഫ് 4 മൈനസ് വൈ ക്യാൻസൽ ചെയ്ത് പോയി. ഇത്ര ഇനി മിച്ചമുള്ളൂ. ഇനി നമുക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതായിരിക്കും. നമുക്കല്ലാതെ ചെയ്യാൻ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ -y വരുമ്പോൾ ഡിവൈഡ് ബൈ -1 ചെയ്താൽ മതി. അത് വെച്ച് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. 4 മൈനസ് വൈ പ്ലസ് 1 എന്ന് കൊടുത്താൽ ഡി യു എന്ന് പറയുന്നത് -dy. അപ്പം ഡി വൈക്ക് പകരം നമുക്ക് -du എന്ന് കൊടുക്കാം. വെൻ y ഈസ് ഈക്വൽ ടു 0 y 0 കൊടുക്കുമ്പം u എന്ന് പറയുന്നത് 4 + 1 5. വെൻ y ഈക്വൽ ടു 15/4 u എന്ന് പറയുന്നത് 4 മൈനസ് 15/4 പ്ലസ് 1. അപ്പോൾ 5 + 5 മൈനസ് 15/4 5 4s are 20 20 മൈനസ് 15 എന്ന് പറയുമ്പോൾ 5/4. അപ്പോൾ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 4π റേഞ്ച് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 5 15/4 കറസ്പോണ്ടിങ് ആയിട്ട് 5/4. അപ്പോൾ 5 തൊട്ട് 5/4 വരെ ഇത് u റേസ് ടു ഹാഫ് ഡി വൈ എന്ന് പറയുന്നത് -du എന്ന് വരും. അപ്പം നമുക്ക് മൈനസ് പുറത്തെടുത്താൽ -4π
യു റേസ് ടു ഹാഫിനെ ചെയ്താൽ യു റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 റേഞ്ച് 5 തൊട്ട് 5/4 വരെ വരും. ഇനി നമുക്ക് 3/2നെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ -4π ഇൻറ്റു 2/3 അപ്പോൾ 8π/3 വരും. യു റേസ് ടു 3/2 എന്ന് പറയുമ്പോൾ 5/4 റേസ് ടു 3/2 മൈനസ് 5 റേസ് ടു 3/2 എന്ന് വരും. ഇത് നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ അത് വാല്യൂ കൊടുത്ത് നോക്കാം. അപ്പം -8π/3 ആണ് ഇവിടെ പുറത്ത് വരുന്നത്. അപ്പം -8π/3 5/4 റേസ് ടു 3/2 നമുക്ക് 5 റേസ് ടു 3/2 4 റേസ് ടു 3/2 -5 റേസ് ടു 3/2 എന്ന് വരും. ഇനി 5 റേസ് ടു 3/2 എന്ന് പറയുന്നത് 5 റേസ് ടു ഹാഫ് ഓൾ റേസ് ടു 3 അപ്പോൾ √5 റേസ് ടു 3 വരും. അപ്പോൾ അത് 5√5. ഇവിടെ 4 റേസ് ടു 3/2 ആണ്. 4 റേസ് ടു ഹാഫ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 വരും. -5√5. സോ ദിസ് ഈസ് ഈക്വൽ ടു -8π/3. LC എടുക്കുമ്പോൾ 5√5 മൈനസ് 40√5 എന്ന് വരും. -8π/3 ഇൻറ്റു -35√5 എന്ന് വരും. അപ്പം മൈനസും മൈനസും കൂടെ പ്ലസ് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു LC 8 ആണ്, ഞാനത് വിട്ടുപോയതാണേ. LCM 8 ആണ്. അപ്പോൾ 5√5 മൈനസ് 8 5 40√5 ഡിവൈഡഡ് ബൈ 8 വരും. അപ്പം ഇത് ഡിഫറൻസ് എടുക്കുമ്പോൾ -35√5/8. ഇനി മൈനസും മൈനസും കൂടെ പ്ലസ് ആകും. 8ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം മിച്ചം എത്രയുണ്ട്? 35√5π/3 എന്ന് വരും. 35√5π/3 ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 4th സെക്ഷനുള്ളത്. ഇതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തീർന്നു.